AP ഉസ്താദിനെ മിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ടായ സംഭവം പറയുന്നത്. ഏണ്ടായ എന്ത് ചെയ്തു? ഞമ്മക്കൊരു സർട്ടിഫിക്കറ്റ്, നമ്മളെ കൂട്ടത്തിൽ ധാരാളം നല്ല മനുഷ്യന്മാരുണ്ട്. നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നല്ലവര് തന്നെ. ഞാൻ പറയട്ടെ, നല്ലവരേത് കൂട്ടത്തിലുണ്ടാകാം. അല്ലാത്തവർ അല്ലാഹു തആല എല്ലാവരെയും നന്നാക്കട്ടെ, നിങ്ങളെയും അല്ലാഹു നന്നാക്കട്ടെ. ആരും അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്നും ആർക്കും ആവശ്യമില്ല. അതേ സമയത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഞാൻ പറയുന്ന വിഷയം ആയൂട്ടാൽ എന്താന്നങ്ങ് തോന്നിയോലോ. ഇത് മൂപ്പര് വരെ തെർബിയത്തിന്റെ മഖാമിലേക്ക് വന്നാല് നമുക്ക് വേറെ തീരുമാനം എടുക്കാനുണ്ട്. തീരുമാനം എടുക്കേണ്ട കോജ. ഇനി ഒന്നും കൂടി പറയാം. എന്താ തീരുമാനം എടുക്കുമ്പോ ശ്രദ്ധിച്ച് തീരുമാനിച്ചു. പണ്ടെടുത്ത പോലെ പോണ്ട. കാരണം ശംസിയ്യ തരീഖത്തുകാർ കാഫിറാണ് നിങ്ങൾ ഫത്വ കൊടുത്ത്. നിങ്ങളെ സമസ്ത കുറെ കൊല്ലം കഴിഞ്ഞപ്പോ സമസ്ത ഫത്വ പിൻവലിച്ചിരിക്കുന്നു എന്ന് പേപ്പർ ഒരു കൂട്ടരെ കാഫിറാക്കി, എന്നിട്ടത് പിൻവലിച്ചു. ഇങ്ങനത്തെ ഒരു ഗതികേട് സമസ്തക്കില്ലട്ടോ, ശരിയായ സമസ്തക്ക് ഇല്ലില്ല. അങ്ങനെ ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല നിങ്ങളെല്ലാവരും. പിന്നെയോ ഖാദിയാനി അല്ലേ, ഖാദിയാനി കൊടിയത്തൂറിൽ എന്തേന്ന് മുബാഹല. ആ മുബാഹലക്ക് നിങ്ങൾ അനുവദിച്ചില്ലേ, നിങ്ങൾ അനുകൂലിച്ചില്ലേ, നിങ്ങൾ അതിന് കൂട്ടുനിന്നില്ലേ? എന്നിട്ട് 6 മാസം അള്ളാഹ് അവധി കൊടുത്തു. അള്ളാഹ് അവധി എന്തിന്? സത്യവസത്യത്തിന്റെ ഇടക്ക് അസത്യത്തിന്റെ ആൾക്കാരെ ശിക്ഷിക്കാനും നശിപ്പിക്കാനും അള്ളാഹ് 6 മാസം അവധി കൊടുത്തു. നിങ്ങൾ എന്റെ സീഡ് ഒന്ന് കേട്ടോക്ക്. ഈക്കയുടെ വിധിയും സമസ്തയുടെ ഗതിയും അതിൽ പറഞ്ഞിട്ടാണ് വായിച്ചിട്ടുണ്ട്. എന്നിട്ടോ 6 മാസം കഴിഞ്ഞിട്ട് ഒരു ഖാദിയാനിക്കൊന്നും പറ്റിയില്ല, അല്ലാത്തവർക്കും പറ്റിയില്ല. അന്ന് തന്നെ താജുൽ ഉലമ പറഞ്ഞു, ഖമറുൽ ഉലമ പറഞ്ഞു, ഈ മുബാഹലയുമായി ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല. നിങ്ങൾ എന്ത് ചെയ്തു? മുജാഹിദ് ജമാഅത്തിന്റെ കൂടെ കൂടിയിട്ട് അതിൽ പങ്കെടുത്തു. അതിന്റെ ആൾക്കാർ 6 മാസം കഴിഞ്ഞിട്ട് ഒരൊറ്റ ഖാദിയാനിക്കൊന്നും പറ്റിയില്ല, ഇപ്പുറത്തുള്ളവർക്കും പറ്റിയില്ല. ദേശാഭിമാനിയിൽ യുക്തിവാദി ലേഖനം എഴുതി, പടച്ചോൻ ജീവിച്ചിരിപ്പില്ല, ദൈവം അനങ്ങിയില്ല എന്ന ഹെഡിങ്. ഇത് ഈ സമുദായത്തിന് സംഭാവന ചെയ്തവരല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഖാദിയാനിയും പിഴച്ചവരുമാക്കി ചിത്രീകരിക്കാനല്ലേ ഈ പ്രസംഗം നടത്തിയത്? വേദനയോടെ ചോദിക്കട്ടെ, തീർന്നില്ല. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് കേട്ടോളി. തീരുമാനം എടുക്കുമ്പോൾ ഒന്നായിട്ട് എടുക്കാലോ. ആത്മീയ വിഹായുസിലെ സൂര്യ തേജസ്. ഇ കെ ഉസ്താദിനെ പറ്റിയാ വായിക്കുന്നത്. ഇ കെ ഉസ്താദിനെ ആദരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതിൽ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. ഒരു അറിയപ്പെട്ട പണ്ഡിതൻ മുറബ്ബിയായ ശൈഖിനെ പറ്റി അറിയിപ്പ് കിട്ടണമെന്ന ലക്ഷ്യത്തോടുകൂടി അജ്മീറിൽ കുറെ നാൾ താമസിച്ചു. ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് നീ ആ സ്ഥലത്ത് താമസിക്കുകയും ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് ചെന്ന് ദുആ ചെയ്യിക്കുകയും വേണം എന്ന് അജ്മീറിൽ നിന്ന് സ്വപ്ന ദർശനമുണ്ടായി. ഉടനെ അദ്ദേഹം വെള്ളിമാട് കുന്നിൽ പോയി ശൈഖുനെ കണ്ടു. ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും ശൈഖുന ദുആ ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ശൈഖുന എന്നോട് വിവരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശരിക്കും മനസ്സിലാക്കണേ, ഇവര് അവിടെ എന്താ ചെയ്തത്? AP ഉസ്താദിനെ വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങൾ ഒരു അസരി പറഞ്ഞ CD-യുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇവരവിടെ കുറെ വേണ്ടാത്തത് പറഞ്ഞത്. ഞാൻ പറയാ, AP ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞോ? AP ഉസ്താദ് പറയിച്ചതാണോ? AP ഉസ്താദ് പറഞ്ഞോ? ആരോ ഒരാള് എവിടെയോ സ്വപ്നം കണ്ടെന്ന് എവിടുന്നോ പറഞ്ഞതിന് AP ഉസ്താദ് ഉത്തരവാദിയാവോ? ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ രണ്ടും കൂടിയില്ല പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ അങ്ങനല്ല. ഇവിടെ ഇ കെ ഉസ്താദ് തന്നെയാ പറയാൻ പോകുന്നത്. ശരിക്ക് കേട്ടോ. ഈ സംഭവം ശൈഖുന എന്നോട് വിവരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അയാൾ എന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യിപ്പിച്ചു. പക്ഷേ ഞാൻ അജ്മീറിൽ സിയാറത്ത് ചെയ്തിട്ട് കുറെ കാലമായി. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങളെ ഖാജാ തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മറച്ചു വെച്ചു. ഈക്കെ പറയാം, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇടയ്ക്ക് ഇവിടെ വന്ന് ശുബ്ഹകൾ തീർക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ദുആ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞത് അർത്ഥം മനസ്സിലുള്ള ശുബ്ഹകൾ തീർക്കുന്ന തർബിയത്ത്, ആ തർബിയത്തിന് വേണ്ടിയാണ് അയച്ചത് എന്നാണ് ഈക്ക പറഞ്ഞതായിട്ട് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പല വലിയ ഔലിയാക്കളും പല ആലിമുകളെയും ശൈഖുനയുടെ അടുത്ത് പറഞ്ഞയച്ചതായി വിവരങ്ങൾ എന്റെ അടുത്തുണ്ട്. കൊളവണ്ണ അബൂബക്കർ ദാരിമി, മുദരിസ് ദാറുസ്സലാം അറബി കോളേജ് നന്ദി,
ആത്മീയ വിഹായുസിലെ സൂര്യ തേജസ് ശൈഖുനാ ശംസുൽ ഉലമാ, അതിന്റെ പേജ് 111. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ കെ ഉസ്താദിന്റെ അടുക്കല് ശുബ്ഹ തീർക്കാൻ വേണ്ടി അജ്മീർ എന്ന് പറഞ്ഞേക്കാണ്. അജ്മീറിൽ ശൈഖിനെ സ്വപ്നം കണ്ടിട്ട് അതാ സൂറയിൽ കാന്തപുരം ഉസ്താദ് ഉണ്ട് എന്ന് പറഞ്ഞതിനെയാ നിങ്ങൾ ചോദ്യം ചെയ്തത്. അത് പറഞ്ഞത് കാന്തപുരം ഉസ്താദ് അല്ല, മറ്റൊരാൾ സ്വപ്നം കണ്ട കഥ അദ്ദേഹം പറഞ്ഞതാണ്, മറ്റൊരാൾ ഉദ്ധരിച്ചതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കെ ഉസ്താദാണല്ലോ ശുബ്ഹ നീക്കാനാണ് എന്റെ അടുക്കൽ അയച്ചതെന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു നൂരിശാ തരീഖത്തിന്റെ പേരിൽ സമസ്ത തീരുമാനമെടുത്തത് തെർബിയത്ത് ബാധിച്ചത് കൊണ്ടാണെന്ന്. ഓ മൗലവി ചോദിക്കട്ടെ, ഈ കെ ഉസ്താദ് സ്വന്തം തന്നെ ശുബ്ഹ നീക്കാനാണ് എന്റെ അടുക്കൽ പറഞ്ഞതെന്ന് പറഞ്ഞതല്ലേ ഇവിടെ ഉള്ളത്. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒറ്റ യോഗം വിളിച്ചാ മതി, ബസ് ഫെയർ നിങ്ങൾക്ക് ലാഭം കിട്ടും. തീരുമാനം അന്നത്തെ സെക്രട്ടറിയായ ഈ കെ ഉസ്താദിനെ സംബന്ധിച്ചു, തീരുമാനം ഇന്നത്തെ സെക്രട്ടറിയായ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചു ഒന്നായിട്ടെടുത്താ മതി കേട്ടോ, അല്ലാതെ വേറെ വേറെ തീരുമാനം വേണ്ട. എന്നാ പറയട്ടെ, നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ല, തെർബിയത്ത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്റെ CD-യുണ്ട്, കാതാ കക്കാടിനെതിരെയുള്ള CD, അതൊന്ന് വാങ്ങിക്കേട്ട് പഠിച്ചോ. തെർബിയത്ത് എന്നതിന് ഇസ്തിലാഹിയായ വലിയ ഒരു പ്രയോഗമുണ്ട്, ഭാഷാപരമായ പ്രയോഗമുണ്ട്. അതാ നേരത്തെ അറബി മുറബി എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് മുറബി എന്ന് പറയുമ്പോഴേക്ക് അതേ മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ, അതുപോലെ തന്നെ എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞ മക്കാമിലുള്ള തെർബിയത്തൊന്ന് വേറെയാണ്, പണ്ഡിതന്മാര് ചെയ്യുന്ന തെർബിയത്തൊന്ന് വേറെയാണ്. അതുകൊണ്ടാണ് സുഹൃത്തെ, ഞങ്ങളെല്ലാം തെർബിയത്ത് ഞങ്ങളെ ശിഷ്യന്മാരെ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ ഉസ്താദുമാരെ തെർബിയത്ത് ചെയ്യുന്നുണ്ട്. അത് മഹാന്മാർക്ക് വഫാത്തിന് ശേഷവും മുമ്പുമുണ്ട്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിക്കാത്തതാണ്. നിങ്ങൾക്ക് പറ്റിയ മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. പറയട്ടെ, ഈ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ നൂരിശയെ കൊണ്ടെടുത്ത തീരുമാനമെടുത്താൽ, കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചെടുത്താൽ, ആ രണ്ട് മഹാന്മാർക്കും ഒന്നും